Dear students, welcome to today's class. ഇന്ന് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനിലെ 4ാമത്തെ യൂണിറ്റിലെ ബാക്കി ഭാഗമാണ് പഠിപ്പിക്കാൻ പോകുന്നത്. ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് ക്ലാസ് റൂം പ്രാക്ടീസസ് ഇൻ ഇൻക്ലൂസീവ് സ്കൂൾ. ക്ലാസ് റൂം പ്രാക്ടീസസ് എന്ന് പറഞ്ഞാൽ ഇൻക്ലൂസീവ് സ്കൂളിൽ ഏതെല്ലാം തരത്തിലുള്ള പ്രാക്ടീസുകളാണ് നടപ്പിലാക്കേണ്ടത്. ഒന്ന്, എൻകറേജിങ് പാർട്ടിസിപ്പേഷൻ. ആദ്യം അതിൻ്റെ പേരുകൾ പഠിക്കാം. എൻകറേജിങ് പാർട്ടിസിപ്പേഷൻ. 2, ഫോർമൽ പ്ലാനിംഗ്. 3, ഓവർകമ്മിങ് ബാരിയേഴ്സ് ടു ലേണിംഗ്. 4, ടീച്ചിങ് ആൻഡ് ലെസൺസ്. 5, ബിഹേവിയർ ആൻഡ് കൺട്രോൾ. 6, ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട്. 8, ആക്സെപ്റ്റൻസ്. ഇത്രയും കാര്യങ്ങളാണ് ക്ലാസ് റൂം പ്രാക്ടീസസ് ആയിട്ട് പറയുന്നത്. ഓരോന്നും വിശദീകരിക്കാം. എൻകറേജിങ് പാർട്ടിസിപ്പേഷൻ എന്ന് പറഞ്ഞാൽ ഇതിൽ പങ്കെടുക്കുന്ന കുട്ടി, അതായത് പഠിതാവിൻ്റെ പാർട്ടിസിപ്പേഷൻ വർദ്ധിപ്പിക്കണം. ഇതിൽ വ്യത്യസ്തമായ രീതികൾ ഉപയോഗിച്ചുകൊണ്ട്, വ്യത്യസ്തമായിട്ടുള്ള എയ്ഡ്സ് ഉപയോഗിച്ചുകൊണ്ട് പഠിപ്പിക്കുമ്പോഴും കുട്ടിയുടെ പങ്കാളിത്തം ഇല്ലെങ്കിൽ അത് പൂർണ്ണമാകുന്നില്ല. ആ പങ്കാളിത്തം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വ്യത്യസ്തമായ പ്ലാനുകൾ ഉണ്ടായിരിക്കണം. അതാണ് എൻകറേജിങ് പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഏതെങ്കിലും ഒരു വിഷയം പഠിപ്പിക്കുകയാണെന്ന് കരുതുക. അപ്പോൾ മാത്സ് പഠിപ്പിക്കുകയാണെന്ന് കരുതുക. അങ്ങനെ മാത്സ് പഠിപ്പിക്കുന്ന സമയത്ത് ടീച്ചർ ആദ്യം കുട്ടിക്ക് അതിനെക്കുറിച്ചുള്ള മുന്നറിവുകൾ, ഇപ്പോൾ നിലവിൽ അതിനെക്കുറിച്ച് അറിയുന്ന കാര്യങ്ങൾ ആദ്യം പരിശോധിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള വീഡിയോസോ ഓഡിയോ ക്ലിപ്പുകളോ മറ്റ് സങ്കേതങ്ങളോ ഉപയോഗിക്കാവുന്നതാണ്. അതിന് പ്രൊജക്ടർ ഉപയോഗിക്കാം, കമ്പ്യൂട്ടർ ഉപയോഗിക്കാം, TV ഉപയോഗിക്കാം, വ്യത്യസ്തമായിട്ടുള്ള ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് ഉപയോഗിക്കാം. അപ്പോൾ കുട്ടീൻ്റെ പാർട്ടിസിപ്പേഷൻ വർദ്ധിക്കുകയാണ്. ഇങ്ങനെ എല്ലാ തരത്തിലും കുട്ടീൻ്റെ പാർട്ടിസിപ്പേഷൻ വർദ്ധിപ്പിക്കാൻ ശ്രമം ഉണ്ടാവണം. ഇതാണ് പാർട്ടിസിപ്പേഷൻ, എൻകറേജിങ് പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തത് ഫോർമൽ പ്ലാനിങ് ആണ്. വ്യക്തമായൊരു പ്ലാനിങ് ആദ്യം ഉണ്ടായിരിക്കണം ക്ലാസ്സിനെ കുറിച്ച്. ഈ ഓരോ ക്ലാസ്സും എങ്ങനെ എടുക്കണം, അതിൽ എത്ര ടൈം വേണം, അത് എന്താണ് കണ്ടൻറ്റ് പഠിപ്പിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായൊരു പ്ലാനിങ് ഉണ്ടായിരിക്കണം. ദ പ്ലാനർ ഹാസ് ടു ടേക്ക് അക്കൗണ്ട് ഓഫ് ദ കണ്ടൻറ്റ് ഓഫ് ദ ഇൻഡിവിജ്വൽ കരിക്കുലം പ്ലാൻ ദാറ്റ് ഈസ് പ്രിപ്പയർഡ് ഫോർ ഈച്ച് ചൈൽഡ്. ഇതിൽ ഓരോ കുട്ടിയും വ്യത്യസ്തം ആയതുകൊണ്ടും ഡിസബിലിറ്റി ലെവൽ ഡിഫറൻ്റ് ആയതുകൊണ്ടും ഓരോ കുട്ടിക്കും അവരുടെ ഇൻഡിവിജ്വൽ ഡിഫറൻസിനനുസരിച്ചുള്ള ഒരു പ്ലാനിംഗ് ആണ് വേണ്ടത്. ദ ഫോർമൽ പ്ലാനിംഗ് ഹാസ് 2 elements. ഫസ്റ്റ് ഓഫ് ഓൾ, ദർ ഈസ് ദ പ്ലാനിംഗ് ഓഫ് ദ ഓവറോൾ ലേണിംഗ് എൻവയോൺമെൻറ്റ്. 2 ഭാഗങ്ങളാണ് ഈ പ്ലാനിങ്ങിനുള്ളത്. ഒന്ന്, ദർ ഈസ് ദ പ്ലാനിംഗ് ഓഫ് ദ ഓവറോൾ ലേണിംഗ് എൻവയോൺമെൻറ്റ്. മൊത്തം കുട്ടികളെ മുന്നിൽ കണ്ടുകൊണ്ട് ആ ഓവറോൾ ലേണിംഗ് എൻവയോൺമെൻറ്റിനെ കുറിച്ച് ഒരു ഫോർമൽ പ്ലാനിംഗ് നടത്തണം. രണ്ടാമത്തത്, ദ സെക്കൻഡ് എലമെൻറ്റ് ഈസ് കൺസേൺഡ് വിത്ത് പ്ലാനിങ് ഫോർ ഇൻഡിവിജ്വൽസ്. ഓരോ വ്യക്തികൾക്ക് വേണ്ടിയിട്ടുള്ള പ്ലാനിങ് ആണ് ഇതിലെ സെക്കൻഡ് എലിമെൻറ്റ്. അപ്പോൾ ഇത് രണ്ടും ചേർന്നിട്ടായിരിക്കണം. ഒന്ന്, കോമൺ എൻവയോൺമെൻറ്റിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള പ്ലാനിങ്ങും ഓരോ വ്യക്തികൾക്കും, കാരണം ഇൻഡിവിജ്വലി ദേ ആർ ഡിഫറൻറ്റ്, ദെയർ ഡിസബിലിറ്റി ലെവൽ ഈസ് ഡിഫറൻറ്റ്. അതുകൊണ്ട് ഓരോ വ്യക്തികളെ ലക്ഷ്യം കണ്ടുകൊണ്ടും ഉള്ള പ്ലാനിങ് ഉണ്ടായിരിക്കണം. അടുത്തത്, ഓവർകമ്മിങ് ബാരിയേഴ്സ് ടു ലേണിംഗ്. ഒരുപാട് ബാരിയേഴ്സ് ഉണ്ട്, ഒരുപാട് തടസ്സങ്ങളുണ്ട് പഠനത്തിന്. കാരണം സാധാരണ കുട്ടികളെ പോലെയല്ല, വ്യത്യസ്തരായ കുട്ടികളാണ്. അവർക്ക് പഠനത്തിന് ഒരുപാട് തടസ്സങ്ങളുണ്ട്. ആ ബാരിയേഴ്സിനെ ഓവർകം ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യണം ക്ലാസ് റൂമിൽ. അതിന് എന്തൊക്കെ വേണം എന്ന് കണക്കാക്കിയിട്ട് അതിനെ ഓവർകം ചെയ്യാനുള്ളൊരു ശ്രമം ക്ലാസ് റൂമിൽ ഉണ്ടാവണം. മറ്റൊന്ന്, ടീച്ചിങ് ആൻഡ് ലെസൺസ്. ടീച്ചേഴ്സ് എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത്, ഏത് സ്ട്രാറ്റജിയാണ് ഉപയോഗിക്കേണ്ടത്, ഏത് മെത്തേഡ്സാണ്, അപ്രോച്ചസാണ് ഉപയോഗിക്കേണ്ടത്, അതുപോലെ തന്നെ ലേണിംഗ് എയ്ഡ്സായിട്ട് എന്തൊക്കെ ഉപയോഗിക്കണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമാക്കുന്നതാണ് ടീച്ചിങ് ആൻഡ് ലെസൺ. അപ്പോൾ ലെസൺ പ്ലാനിങ് എങ്ങനെയായിരിക്കണം, ലെസൺ ഫോർമാറ്റ് എന്തായിരിക്കണം, അതിലെന്തെല്ലാം ഉൾപ്പെടുത്തണം, ഒരു കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം പഠിപ്പിക്കേണ്ട കണ്ടൻറ്റ് എത്രയായിരിക്കണം, അതിനെ എങ്ങനെ ഡിവൈഡ് ചെയ്യണം, അതിനെ എങ്ങനെ മൊഡ്യൂൾസാക്കി മാറ്റണം തുടങ്ങിയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ കുറിച്ച് പ്രാക്ടീസ് ചെയ്യണം. വേറൊന്ന്, ബിഹേവിയർ ആൻഡ് കൺട്രോൾ. കുട്ടികൾ
പലതരത്തിലുള്ള ബിഹേവിയറൽ പ്രോബ്ലംസ് ഉണ്ടാവാം. പോസിറ്റീവ് ബിഹേവിയറും നെഗറ്റീവ് ബിഹേവിയേഴ്സും ഒക്കെ ക്ലാസ് റൂമിലെ കുട്ടികൾ പ്രകടിപ്പിക്കുന്നുണ്ടാവും. അപ്പോൾ ആ ബിഹേവിയറൽ പ്രോബ്ലംസിനെ കൺട്രോൾ ചെയ്യാനുള്ള പ്രാക്ടീസസ് ഒരു ഇൻക്ലൂസീവ് ക്ലാസ് റൂമിൽ അറിഞ്ഞിരിക്കണം, മനസ്സിലാക്കിയിരിക്കണം. അത് ടീച്ചർ ആണെങ്കിൽ ടീച്ചർ ആ പ്രാക്ടീസ് നേടിയിരിക്കണം. കുട്ടികളാണെങ്കിൽ കുട്ടികൾ ആ ഒരു ട്രെയിനിങ് കുട്ടികൾക്ക് കിട്ടിയിരിക്കണം. വേറൊന്ന് ഹെൽപ്പ് ആൻഡ് സപ്പോർട്ടാണ്. ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഫ്രം ദ പാർട്ട് ഓഫ് പാരൻസ്, കോമൺ പീപ്പിൾ, ഇവരിൽ നിന്നൊക്കെയുള്ള സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ കൃത്യമായി മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ദർ മേ ബി എ സ്കൂൾ കൗൺസിൽ ഫോർ പ്രൊവൈഡിങ് ദ സ്റ്റുഡൻസ് വിത്ത് കൗൺസിലിംഗ് ആൻഡ് ഗൈഡൻസ്. കുട്ടികൾക്ക് കൗൺസിലിങ്ങും ഗൈഡൻസും ഒക്കെ കൊടുക്കാൻ വേണ്ടി ഒരു സ്കൂൾ കൗൺസിൽ ഉണ്ടാവും. അതിൻ്റെ ഒരു സപ്പോർട്ട് നിർബന്ധമാണ്. ദർ മസ്റ്റ് ബി എ സെൻസ് ഓഫ് അക്സെപ്റ്റൻസ് ഓഫ് ഡിഫറൻസ് എമോങ് ദ സ്റ്റുഡൻസ്. മറ്റൊന്ന് ആക്സെപ്റ്റൻസ് ആണ്. ആക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ഇടയിലുള്ള ഡിഫറൻസിനെ കുറിച്ച് വ്യക്തമായ ഒരു ആക്സെപ്റ്റൻസ് പൊതുജനങ്ങളുടെ ഇടയിൽ, പുറം ലോകത്തിൻ്റെ ഇടയിൽ ഉണ്ടാവേണ്ടതുണ്ട്. ദിസ് സെൻസ് ഓഫ് ആക്സെപ്റ്റൻസ് manifests itself in a variety of forms. There should not be any discrimination on the grounds of caste, creed, color. യാതൊരു വിധത്തിലുള്ള വിഭാഗീയത ഉണ്ടാവാൻ പാടില്ല. അതുപോലെ തന്നെ ഡിസബിലിറ്റീൻ്റെ കാര്യത്തിലും വിഭാഗീയത ഉണ്ടാവരുത്. ആ ഒരു ആക്സെപ്റ്റൻസ്, ഒരു യൂണിവേഴ്സൽ ആക്സെപ്റ്റൻസ് പുറത്തു നിന്നും, പാരൻസിൻ്റെ ഇടയിൽ നിന്നും, കോമൺ പീപ്പിളിൻ്റെ ഇടയിൽ നിന്നും, ടീച്ചേഴ്സിൻ്റെ ഇടയിൽ നിന്നും ഒക്കെ കുട്ടികൾക്ക് കിട്ടണം. ഇത്രയും പ്രാക്ടീസസ് ആണ് ഒരു ഇൻക്ലൂസീവ് ക്ലാസ്സിൽ ഉണ്ടാവേണ്ടത്. ക്ലാസ് അതിൻ്റെ തുടർച്ചയായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. അതായത് സ്ട്രാറ്റജീസ് ഫോർ മീറ്റിംഗ് ഡൈവേഴ്സിറ്റി ഇൻ ദ ക്ലാസ് റൂം. ഇത് ചിലപ്പോൾ ചോദിച്ചേക്കാം, നമ്മുടെ ക്ലാസ് റൂമിൽ ഒരു ഡൈവേഴ്സിറ്റി ഉണ്ടാക്കാൻ വേണ്ടി എന്ത് സ്ട്രാറ്റജിയാണ് ഉള്ളത്? കാരണം എന്താ വെച്ചാൽ വ്യത്യസ്തരായ കുട്ടികൾ, ഇവരെ ഓരോരുത്തരെ എങ്ങനെ വ്യത്യസ്തമായി പഠിപ്പിക്കാം? അതിന് ചില മാർഗങ്ങളുണ്ട്. ഒന്ന് ഡിഫറൻഷിയേറ്റ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയും. ഡിഫറൻഷിയേറ്റ് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ എത്ര കുട്ടികളുണ്ടെങ്കിലും ഓരോരുത്തരുടെയും ഇൻഡിവിജ്വൽ ഡിഫറൻസ് അനുസരിച്ച് അവർക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കാൻ നമുക്ക് സാധിക്കുക എന്നുള്ളതാണ്. അതായത് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു റെക്കഗ്നൈസ് ദ പെക്കുലാരിറ്റീസ് ഓർ ഇൻഡിവിജ്വൽ ഡിഫറൻസ്, ഗിവിങ് ഇൻസ്ട്രക്ഷൻ ടു ഈച്ച് ആൻഡ് എവറി ചൈൽഡ് ഇൻ ദിയർ ഓൺ മാനർ. It means accounting to the needs of individual students and adjusting the curriculum accordingly. ഓരോ കുട്ടീൻ്റെയും നീഡ്സിനനുസരിച്ച് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുക. All children in the classroom can achieve at higher levels when they get individual instruction or differentiate ഇൻസ്ട്രക്ഷൻ. അതാണ് ഒന്ന്. രണ്ടാമത് ക്യാപിറ്റലൈസ് ഓൺ ലേണിംഗ് സ്റ്റൈൽ. ലേണിംഗ് സ്റ്റൈലുകൾ, വ്യത്യസ്തമായ ലേണിംഗ് സ്റ്റൈലായിരിക്കും ഓരോ കുട്ടിക്കും പഠിക്കാനുണ്ടാവുക. ആ ലേണിംഗ് സ്റ്റൈലുകൾ മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ഒരു ട്രെയിനിങ് അവർക്ക് കൊടുക്കുക. വിഷ്വൽ ലേണേഴ്സ് ഉണ്ടാവും, അവർക്ക് ലേൺ മോസ്റ്റ് എഫക്റ്റീവ്ലി ഫ്രം വിഷ്വൽ ഇൻഫോർമേഷൻസ്, ഓഡിയോ വിഷ്വൽ എയ്ഡ്സിൽ നിന്നൊക്കെയുള്ള ഒരുപാട് ഇൻഫോർമേഷൻ അവർക്ക് കൊടുക്കാം. ഓഡിറ്ററി ലേണേഴ്സ് ഉണ്ടാവും, ദേ ക്യാൻ ലേൺ ബെസ്റ്റ് ഫ്രം വെർബൽ ഓർ ഓഡിയോ പ്രസൻറ്റേഷൻസ്. അങ്ങനെ ഓരോ തരത്തിലുള്ള ആളുകളെയും കണ്ടിട്ട് അവർക്ക് വേണ്ട തരത്തിലുള്ള ലേണിംഗ് സ്റ്റൈലിനനുസരിച്ചുള്ള എയ്ഡ്സ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു മാർഗം. വേറൊന്ന് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ക്ലാസ് റൂമിൽ അല്ലെങ്കിൽ കരിക്കുലത്തിലേക്ക് കൊണ്ടുവരിക. ഹവാർഡ് ഗാർഡനറിൻ്റെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറി അനുസരിച്ച്
അതേപോലെ വ്യത്യസ്തരായിട്ടുള്ള കുട്ടികൾക്ക് അനുസരിച്ച് ക്ലാസ് റൂമിലും അത് അപ്ലൈ ചെയ്യുക. These learning strategies can be engaged to help students succeeded in the classroom. വേറൊന്ന് സ്റ്റുഡൻസ് ഇൻട്രസ്റ്റ്. ഏറ്റവും പ്രധാനം സ്റ്റുഡൻസിൻ്റെ ഇൻട്രസ്റ്റ് ആണ്. ഓരോ കുട്ടിയുടെയും താല്പര്യമാണ് പഠിക്കാനുള്ള. ആ താല്പര്യം ഏതെന്ന് കണ്ടെത്തി അവരെ ആ രീതിയിലേക്ക് ഇൻസ്ട്രക്റ്റ് ചെയ്യാനുള്ള ഒരു ശ്രമം. പിന്നെ എഡ്യൂക്കേഷണൽ ഗോൾസ്, കുട്ടികളുടെ വിദ്യാഭ്യാസ ലക്ഷ്യങ്ങൾ, ആ ലക്ഷ്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്തിയിട്ട് ടു പെർഫോം ബെസ്റ്റ് വെൻ ദേ ഫീൽ ദേ ആർ ആക്റ്റീവ് പാർട്ടിസിപ്പൻസ് ആസ് ഒപ്പോസ്ഡ് ടു പാസീവ് സബ്ജക്ട്സ്. വെറുതെ സബ്ജക്ട്സ് പഠിക്കാതെ ആക്റ്റീവ് പാർട്ടിസിപ്പൻസ് ആകുന്ന സമയത്ത് മാത്രമേ അവർക്കൊരു ഗോളിലേക്ക് പോകാൻ പറ്റൂ. അപ്പോൾ ആ ഗോൾ ആദ്യം സെറ്റ് ചെയ്യുക, അതവർക്ക് ബോധ്യപ്പെടുത്തുക. വേറൊന്ന് ഗ്രൂപ്പ് സ്ട്രാറ്റജീസ്. ഗ്രൂപ്പിംഗ് ഏറ്റവും പ്രധാനമാണ്. കുട്ടികൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കുന്നതിനും ചെയ്യുന്നതിനും വേണ്ടിയാണ് ഗ്രൂപ്പിംഗ്. അപ്പം എഫക്റ്റീവ് ഗ്രൂപ്പ് സ്ട്രാറ്റജീസ് മനസ്സിലാക്കി അതനുസരിച്ച് ഗ്രൂപ്പിംഗ് നടത്തുക. അതുപോലെ തന്നെ പ്ലേസ്മെൻറ്റ് ഓപ്ഷൻസ്. പ്ലേസ്മെൻറ്റ് ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ സം ചിൽഡ്രൻ മേ ഹാവ് നീഡ്സ് സിംപ്ലി cannot meet in the regular classroom. Their needs simply cannot meet in the regular classroom. ഈ കുട്ടികളുടെ ആവശ്യങ്ങൾ ഈ ക്ലാസ് റൂമിൽ തന്നെ നിറവേറ്റാൻ കഴിയില്ല. അപ്പോൾ അവർക്ക് പുറത്ത് ചിലപ്പം എന്തുവേണ്ടി വരും, പ്ലേസ്മെൻറ്റ് നടത്തേണ്ടി വരും. എ ചൈൽഡ് വിത്ത് എ കമ്മ്യൂണിക്കേഷൻ ഡിസോർഡർ മൈറ്റ് റിക്വയർ ഇൻറ്റൻസീവ് വർക്ക് വിത്ത് എ സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജിസ്റ്റ്. ചിലപ്പോൾ പുറത്ത് കൊണ്ടുപോകേണ്ടി വരും. അങ്ങനെ ഉള്ള എക്സ്പേർട്ടിൻ്റെ സഹായം തേടുന്നതിനാണ് ഔട്ട്സൈഡ് പ്ലേസ്മെൻറ്റ് ഓപ്ഷൻസ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഒരു ഇൻക്ലൂസീവ് ക്ലാസ് റൂമിനെ ഏറ്റവും ഡൈവേഴ്സ് ആക്കുന്നതിനും എഫക്റ്റീവ് ആക്കുന്നതിനും ആക്റ്റീവ് ആക്കുന്നതിനും വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജീസ്. സോ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ what are the strategies for meeting diversity in the classroom എന്ന് ചോദിച്ചാൽ അത് എഴുതുക. അടുത്ത ഇനി പറയാനുള്ളത്, ആരാണ് ഒരു റിസോഴ്സ് ടീച്ചർ? ഒരു റിസോഴ്സ് ടീച്ചറിൻ്റെ മേജർ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്? റിസോഴ്സ് ടീച്ചർ എന്ന് പറഞ്ഞാൽ എ റിസോഴ്സ് ടീച്ചർ ഈസ് എ സ്പെഷ്യലൈസ്ഡ് എഡ്യൂക്കേറ്റർ ദാറ്റ് ഫോക്കസസ് ഓൺ ഹെൽപ്പിംഗ് ചിൽഡ്രൻ വിത്ത് ഫിസിക്കൽ ഓർ എഡ്യൂക്കേഷണൽ ലേണിംഗ് ഡിഫിക്കൽട്ടീസ് ടു ഡെവലപ്പ് ദിയർ റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് സ്കിൽസ്. ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കുട്ടിയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് എഡ്യൂക്കേറ്ററെയാണ് റിസോഴ്സ് ടീച്ചർ എന്ന് പറയുന്നത്. ദേ മസ്റ്റ് ബി ഓർഗനൈസ്ഡ്, പേഷ്യൻറ്റ്, ഗുഡ് അറ്റ് മോട്ടിവേറ്റിംഗ് സ്റ്റുഡൻസ്, എക്സ്ട്രീംലി അണ്ടർസ്റ്റാൻഡിങ് ഓഫ് പീപ്പിൾസ് ഇൻഡിവിജ്വൽ നീഡ്സ് ആൻഡ് ഏബിൾ ടു ആക്സെപ്റ്റ് പീപ്പിൾസ് ഡിഫറൻസസ്. ഇപ്പോൾ ഒരു റിസോഴ്സ് ടീച്ചർക്ക് എന്തൊക്കെ ഉണ്ടാവണമെന്ന് ചോദിച്ചാൽ ഓർഗനൈസ്ഡ് ആയിരിക്കണം, ദേ ഷുഡ് ബി പേഷ്യൻ്റ് ആയിരിക്കണം, ഗുഡ് അറ്റ് മോട്ടിവേറ്റിംഗ് സ്റ്റുഡൻസ്, എക്സ്ട്രീംലി അണ്ടർസ്റ്റാൻഡിങ് ഓഫ് പീപ്പിൾസ് ഇൻഡിവിജ്വൽ നീഡ്സ് ആൻഡ് ഏബിൾ ടു ആക്സെപ്റ്റ് പീപ്പിൾസ് ഡിഫറൻസസ്. ഇതാണ് ഒരു റിസോഴ്സ് ടീച്ചറിൻ്റെ പ്രത്യേകതകൾ. The majority of resource teachers work with the children that have mild or moderate disabilities by using existing traditional teaching methods that have been modified from the general education curriculum to meet each student's individual needs. അധികവും ഈ റിസോഴ്സ് ടീച്ചേഴ്സ് എന്ന് പറയുന്നത് മോഡറേറ്റ് ആയിട്ടുള്ള ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികൾക്ക് വേണ്ടി ഒരു റെഗുലർ സ്ട്രീമിൽ തന്നെ അല്ലെങ്കിൽ ഒരു ജനറൽ കരിക്കുലത്തിൽ തന്നെ അവരെ ഇരുത്തിക്കൊണ്ട് പഠിപ്പിക്കാനുള്ള ട്രെയിനിങ് നേടിയിട്ടുള്ളവരായിരിക്കും അധികവും. സം സ്കൂൾസ് മേ ഹാവ് സ്പെഷ്യൽ ഇൻഡിവിജ്വൽ റൂംസ് കോൾഡ് റിസോഴ്സ് റൂംസ്. അപ്പോൾ എന്താ റിസോഴ്സ് റൂം എന്ന് പറഞ്ഞാൽ? റിസോഴ്സ് റൂം എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ഇൻഡിവിജ്വൽ റൂംസ് ആണ്. അത് ചില സ്കൂളുകളിലുണ്ടാവും. വിച്ച് ആർ ലൈക്ക് സ്റ്റഡി ഹാൾസ് ദാറ്റ് സ്റ്റുഡൻസ് ഹു ആർ ഹാവിങ് ട്രബിൾ ഇൻ ക്ലാസ്സസ് ദാറ്റ് കണ്ടെയ്ൻ computers, books, reference books and other educational aids. അപ്പോൾ സ്പെഷ്യൽ റിസോഴ്സ് റൂം എന്ന് പറയുന്നത് ക്ലാസ് റൂമിലിരിക്കാൻ പ്രയാസമുള്ള കുട്ടികളെ
അല്ലെ അവർ മറ്റു കുട്ടികളോടൊപ്പം ഇരുത്താൻ പ്രയാസമുള്ള കുട്ടികളെ പ്രത്യേകം ഇരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലമാണ്. അവിടെ കമ്പ്യൂട്ടർ ഉണ്ടാവാം, ബുക്സ് ഉണ്ടാവാം, റെഫറൻസ് ബുക്സ് ഉണ്ടാവാം, മറ്റ് ഫെസിലിറ്റീസൊക്കെ ഉണ്ടാവാം. റിസോഴ്സ് ടീച്ചേഴ്സ് ആർ primarily involved in developing the students' behavioral, social, and academic skills, and also helping them to progress emotional and teaching them to interact effectively in everyday social situations. ഈ കുട്ടികളെ സാധാരണ മനുഷ്യരുടെ രീതിയിലേക്ക്, സാധാരണ ജീവിത സാഹചര്യങ്ങളിലേക്ക് അവരെ കൊണ്ടുവരാൻ വേണ്ടി ഉള്ള ട്രെയിൻഡ് ആയിട്ടുള്ള ടീച്ചേഴ്സിനെയാണ് റിസോഴ്സ് ടീച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഓർത്ത് വെക്കുക, ആരാണ് റിസോഴ്സ് ടീച്ചർ എന്നുള്ളത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് മൾട്ടി ലെവൽ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. മൾട്ടി ലെവൽ ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഇൻസ്ട്രക്ഷൻ ആണെങ്കിൽ പോലും അത് മുന്നിലിരിക്കുന്ന വ്യത്യസ്തരായ കുട്ടികൾക്ക് വ്യത്യസ്തമായ രീതിയിൽ മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ഇൻസ്ട്രക്ഷനാണ്. മൾട്ടി ലെവൽ ഇൻസ്ട്രക്ഷൻ ഓർ ഡിഫറൻഷിയേറ്റഡ് ഇൻസ്ട്രക്ഷൻ ഈസ് ആൻ അപ്രോച്ച് ടു പ്ലാനിങ് so that one lesson is taught to the entire class while meeting the individual need of the child, of each child. ഓരോ കുട്ടീൻ്റെ ഇൻഡിവിജ്വൽ നീഡ് വ്യത്യസ്തമാണെങ്കിലും ഒരു ക്ലാസ് അവരെ പഠിപ്പിക്കുന്നതല്ല ഒരു കണ്ടൻ്റ് ആണെങ്കിലും അത് ഓരോരുത്തർക്കും വ്യത്യസ്തമായി അനുഭവപ്പെടുന്ന രീതിയിലുള്ള ഒരു ഇൻസ്ട്രക്ഷനാണ്. ജസ്റ്റ് ആസ് എവരി വൺ ഹാസ് എ യുണീക്ക് ഫിംഗർ പ്രിൻറ്റ്, ഈച്ച് സ്റ്റുഡൻറ്റ് ഹാസ് ആൻ ഇൻഡിവിജ്വൽ സ്റ്റൈൽ ഓഫ് ലേണിംഗ്. ഓരോരുത്തർക്കും ഫിംഗർ പ്രിൻ്റ് ഉള്ളതുപോലെ ഓരോരുത്തർക്കും ഓരോ ലേണിംഗ് സ്റ്റൈലുണ്ട്. അതുകൊണ്ട് ആ ലേണിംഗ് സ്റ്റൈലിനനുസരിച്ച് ഓരോരുത്തർക്കും വ്യത്യസ്തമായി ഇൻസ്ട്രക്ഷൻ ധരിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു ഇൻസ്ട്രക്ഷനാണ് മൾട്ടി ലെവൽ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നു. അപ്പോൾ ഇതിൽ പ്രാക്ടീസ് ചെയ്യുന്ന ടീച്ചേഴ്സ് എങ്ങനെയാണ് മൾട്ടി ലെവൽ ഇൻസ്ട്രക്ഷൻ നൽകുന്നത്? ഒന്ന്, ഡിസൈൻ ലെസൺസ് ബേസ്ഡ് ഓൺ സ്റ്റുഡൻസ് ലേണിംഗ് സ്റ്റൈൽ. ഒന്ന്, കുട്ടികളുടെ ലേണിംഗ് സ്റ്റൈലിനനുസരിച്ചുള്ള ലെസൺസ് ആയിരിക്കണം ഡിസൈൻ ചെയ്യേണ്ടത്. രണ്ട്, ഗ്രൂപ്പ് സ്റ്റുഡൻസ് ബൈ ഷെയർഡ് ഇൻട്രസ്റ്റ്, ടോപ്പിക്സ് ഓർ എബിലിറ്റി. കുട്ടികളെ ഗ്രൂപ്പാക്കി തിരിക്കണം, അവരുടെ ഇൻട്രസ്റ്റിനനുസരിച്ച്, ടോപ്പിക്കിനനുസരിച്ച് അല്ലെങ്കിൽ അസൈൻമെൻറ്റ്സിനൊക്കെ അനുസരിച്ച് ഗ്രൂപ്പായിട്ട് തിരിക്കണം. അസസ് സ്റ്റുഡൻസ്, പിന്നെ അവരെ അസസ് ചെയ്യണം, അവരുടെ ലേണിങ്, മറ്റ് പ്രോഗ്രസ് തുടങ്ങി അസസ് ചെയ്യണം. മാനേജ് ദ ക്ലാസ് റൂം, വേണ്ട വിധത്തിൽ കൺട്രോൾ ചെയ്ത് പോവുക ക്ലാസ് റൂമിന്. continuous assessment, continually assess and adjust lesson plans, lesson content. അഡ്ജസ്റ്റ് ചെയ്യുക, ആദ്യം മനസ്സിലായില്ലേ അത് കുറയ്ക്കുക, കണ്ടൻറ്റ് കുറയ്ക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. ടോംലിൻസൺ, അക്കോർഡിംഗ് ടു ടോംലിൻസൺ എന്ന് പറയുന്നത് ഈസ് എ ലീഡർ ഇൻ ദ ഏരിയ ഓഫ് ഡിഫറൻഷിയേറ്റഡ് ലേണിംഗ് and professor of educational leadership, Carol Ann Tomlinson എന്നാണ് ഫുൾ നെയിം. യൂണിവേഴ്സിറ്റി ഓഫ് വെർജീനിയയിലെ ഈ ഒരു മൾട്ടി ലെവൽ ഇൻസ്ട്രക്ഷൻ്റെ ഒരു എക്സ്പേർട്ടാണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ 4 വഴികളാണുള്ളത് ഒരു കുട്ടീനെ ഡിഫറൻഷിയേറ്റ് ഇൻസ്ട്രക്ഷന് സഹായിക്കുന്ന, ഒരു ടീച്ചർക്ക് ഡിഫറൻഷിയേറ്റ് ഇൻസ്ട്രക്ഷന് സഹായിക്കുന്ന 4 വഴികളാണുള്ളത്. ഒന്ന്, കണ്ടൻറ്റ്. 2, പ്രോസസ്സ്. 3,